ഹായ് ഡിയേഴ്സ്, ഇന്ന് ഒരു പഴയ നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ പേര് ഒരപ്പം. അരിമാവും ശർക്കരയും തേങ്ങാപ്പാലുമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ട്രഡീഷണലി ഇത് വിറകടുപ്പിൽ ചെയ്തെടുക്കുന്ന ഒരു പലഹാരമാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കനലിടാറുണ്ട്. അങ്ങനെയാണ് നല്ലൊരു ക്രസ്റ്റ് മുകളിൽ കിട്ടുന്നത്. എന്തായാലും നമുക്കിപ്പോൾ വിറകടുപ്പിൽ ചെയ്യാൻ ഒരു നിർവാഹവുമില്ല, നമുക്ക് ഗ്യാസിൽ തന്നെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ റോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ഹാർട്ട് ടു ഹാർട്ട് ടിങ്കിൾസ്. അപ്പോൾ നമുക്ക് ആദ്യം ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ 3/4 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര മെൽറ്റായി വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 5 മണിക്കൂർ കുതിർത്ത അരിയാണ്. അപ്പോൾ 5 മണിക്കൂർ നന്നായി കുതിർത്തതിന് ശേഷം ഇതുപോലൊരു സ്ട്രെയിനറിലെടുത്ത് വെച്ച് വെള്ളമെല്ലാം തോർത്തിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ഒരപ്പം തയ്യാറാക്കാനായിട്ട് പച്ച മാവാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ പാക്കറ്റിൽ കിട്ടുന്നതെല്ലാം വറുത്ത മാവാണല്ലോ. അപ്പോൾ ഒരപ്പം ഉണ്ടാക്കാൻ അതല്ല യൂസ് ചെയ്യുന്നത്, പച്ച മാവാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അരി ഇതുപോലെ കുതിർത്ത് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അരി നമുക്കൊരു 3-4 ബാച്ചായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അരി അത്രയും പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. നമുക്കിനി മാവിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 തേങ്ങയിൽ നിന്നുമാണ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടെ ചേർന്നുള്ള ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. ഏകദേശം ഒരു 3 ലിറ്റർ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് തണുത്ത് ഇരിപ്പുണ്ട്, ഒന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒരപ്പത്തിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിനി നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായി കുറുക്കിയാണ് എടുക്കേണ്ടത്. ഞാനിവിടെ ഒരു ഉരുളിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്കിത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്നത് കട്ട പിടിക്കും. ചൂടായി തുടങ്ങുമ്പോഴേക്ക് കട്ട പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമുക്ക് ഈ തവി മാറ്റിയിട്ട് ഒരു ചട്ടുകം വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തിക്കാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. മാവ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ തിക്കാക്കി എടുക്കണം. നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നും, നെയ്യല്ലേ ഒഴിക്കേണ്ടത് എന്ന്. അല്ല, ഇതിൽ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. നമ്മുടെ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കൂടെ ചേർന്ന് ഒന്ന് വെന്ത് വരുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നല്ലൊരു മണമാണ്. നമ്മുടെ വീട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടല്ലോ, കളറ് ഒന്നുകൂടെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും റേസിൻസും നെയ്യിൽ ഫ്രൈ ചെയ്തതാണ്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 8 ഏലക്ക ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിക്കായി കിട്ടാനായിട്ട് എനിക്ക് 2.5 മണിക്കൂറാണ് സമയം വേണ്ടി വന്നത്. അപ്പോൾ ഇത് കുറച്ചധികം സമയമെടുത്താണ് ചെയ്യേണ്ടത്. ഒരപ്പം അങ്ങനെയാണ് ചെയ്തെടുക്കുക.
അല്ലാതെ അതിന് ഒരു ഈസി മെത്തേഡൊന്നുമില്ല. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റായിട്ട് ഒരപ്പം കിട്ടുന്നത്. ഇത് തയ്യാറാക്കുമ്പോൾ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടെ വേണം. 2.5 മണിക്കൂറൊക്കെ ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? പക്ഷേ എന്ന് പറഞ്ഞാൽ ആരും ഇത് തയ്യാറാക്കാതിരിക്കരുത്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരപ്പത്തിൻ്റെ ഈ ഒരു കൂട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെയാണ് നമ്മളിതിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അടിയിൽ ഇതുപോലൊരു പാത്രം വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമുക്കിത് ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഒന്ന് പ്രസ് ചെയ്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഹോൾസ് ഒക്കെ ഉണ്ടാവും. നമുക്കൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മളിത് ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. സാധാരണ നമ്മൾ സ്റ്റൗ ടോപ്പിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ ഇതുപോലെ ഞാനൊരു ഇഡ്ഡലി പാത്രമാണ് വെച്ചിട്ടുള്ളത്. അതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഒരു റിങ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. നമുക്ക് ടിന്ന് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊരു പരന്ന അടപ്പ് കൊണ്ടാണ് അടയ്ക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കനൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 5 ചിരട്ട എടുത്ത് കത്തിച്ച് കനലാക്കിയിട്ടുള്ളതാണ്. അതാണ് ഇതിൻ്റെ ടോപ്പിൽ വെച്ചിട്ടുള്ളത്. ഇനി ഇത് അപ്പോൾ നമ്മൾ അടിയിലും ഫ്ലെയിം ഇട്ടിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. മുകളിൽ ഈ കനലും ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് ആയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ ഇത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ടോപ്പിലുള്ള ആ കനലിൻ്റെ ചൂടെല്ലാം കംപ്ലീറ്റ് മാറിയതിന് ശേഷമാണ് ഇത് പുറത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി വന്ന മാവും ഇതുപോലെ വേറൊരു ട്രേയിൽ ഒഴിച്ച് സെയിം മെത്തേഡിൽ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കത് ആ ട്രേയിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ ഇളകി വന്നിട്ടുണ്ട്. നല്ലൊരു ടെക്സ്ചറിൽ നമ്മുടെ ഒരപ്പം കിട്ടിയിട്ടുണ്ട്. ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. വീണ്ടും ഇത് ഒന്ന് നേരെയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് ഒരു ദിവസം കഴിഞ്ഞാൽ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുന്നതല്ലേ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും. ഓക്കെ, നമുക്കിത് കട്ട് ചെയ്ത് എടുത്ത് നോക്കാം. ഉണ്ടല്ലേ, നല്ല സൂപ്പർ ടെക്സ്ചറാണ്. നല്ലൊരു ഫിനിഷുണ്ട്. കട്ട് ചെയ്ത ആ ഒരു പോർഷനിലൊക്കെ നല്ലൊരു ഫിനിഷുണ്ട്. ഉണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടേസ്റ്റി സ്നാക്ക്, പഴയ ടേസ്റ്റി സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.